ദേശീയതലത്തിൽ CPM പാർട്ടിക്ക് ഇപ്പോൾ ഏറ്റവും മോശം അവസ്ഥയാണ്. ബംഗാളും ത്രിപുരയും നഷ്ടപ്പെട്ടതോടെ ദേശീയതലത്തിൽ പാർട്ടി തളർന്നു പോയിരിക്കുകയാണ്. ഇത്തവണ കേരളത്തിൽ ഉൾപ്പെടെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ദേശീയ പാർട്ടി പദവി തന്നെ CPMന് നഷ്ടമാകും. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 സീറ്റ് നേടിയാൽ CPMന് മുന്നേറാനായില്ലെങ്കിൽ പോലും തൽക്കാലത്തെ നിലനിൽപ്പിന് സാധിക്കുന്നതാണ്. പക്ഷേ അതത്ര എളുപ്പമല്ല എന്നതാണ് വാസ്തവം. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം പൊങ്കാല മഹോത്സവം മാർച്ച് 22 വെള്ളിയാഴ്ച രാവിലെ 10:15 ശ്രീരക്തചാമുണ്ഡി, ശ്രീബാലചാമുണ്ഡി, ശ്രീ ശാസ്താവ് എന്നീ ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ മാർച്ച് 25 തിങ്കളാഴ്ച രാവിലെ 10:38 11:28 മധ്യേ. വൈകുന്നേരം 5 മണി മുതൽ സുപ്രസിദ്ധ സിനിമാ താരം ജയറാമും 100-ൽ പരം വാദ്യപ്രമാണിമാരും അണിനിരക്കുന്ന പഞ്ചാരിമേളം ഉണ്ടായിരിക്കും. പശ്ചിമ ബംഗാളും ത്രിപുരയും പാർട്ടിക്ക് സ്വാധീനമില്ല എന്ന് തന്നെ പറയാം. പക്ഷേ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. എന്നാൽ കേരളമല്ലാതെ കുറച്ചെങ്കിലും ജയസാധ്യത പാർട്ടിക്കുള്ളത് തമിഴ്നാട്ടിലാണ്. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക CPMനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. ബംഗാളിൽ നിന്ന് ഒരു സീറ്റെങ്കിലും വിജയിക്കാനാകുമെന്ന പ്രതീക്ഷ CPM നേതൃത്വത്തിന് ഉണ്ട്. അതേസമയം കേരളത്തിൽ CPM ഇത്തവണ ഏറ്റവും ശക്തരെ തന്നെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇത്തവണ ജയിച്ചേ തീരൂ എന്ന വികാരത്തിന്റെ പുറത്താണ് ഇത്. മാത്രമല്ല കേരള സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ പാർട്ടിയെ രക്ഷിക്കുക എന്നതുമുണ്ട്. സ്വതന്ത്രർ കൂടി ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഇടുക്കിയിലെ ഇടതു സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ഇത്തവണ CPM ചിഹ്നം തിരഞ്ഞെടുത്തതും അതുകൊണ്ടാണ്. 2014-2019 വർഷങ്ങളിൽ വ്യത്യസ്ത ചിഹ്നങ്ങളിലായിരുന്നു ജോയ്സ് ജോർജ് മത്സരിച്ചത്. പൊന്നാനിയിൽ നിന്ന് KS ഹംസ മത്സരിക്കുന്നതും CPM ചിഹ്നത്തിൽ തന്നെയാണ്. നിലവിൽ പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിൽ ഉള്ള ഏക സംസ്ഥാനവും കേരളമാണ്. ഇവിടെ നിന്ന് പരമാവധി സീറ്റുകൾ നേടാതെ CPMന് പിടിച്ചു നിൽക്കാനാകില്ല. നിലവിൽ ലോക്സഭയിൽ 3 അംഗങ്ങളാണ് CPMനുള്ളത്. ദേശീയ തലത്തിൽ ആകെ 1.75% വോട്ടാണ് പാർട്ടിക്കുള്ളത്. വോട്ട് ശതമാനത്തിൽ വർധന ഉണ്ടാക്കേണ്ടത് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ അത്യാവശ്യമാണ്. അതാണ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഭൂരിഭാഗം നേതാക്കളും മത്സരിക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. മൊത്തം വോട്ടിന്റെ 6% 4 അതിലധികം സംസ്ഥാനത്തോ ആയി CPMന് ആവശ്യമാണ്. കഴിഞ്ഞ 4 ലോക്സഭാ തിരഞ്ഞെടുപ്പിലായി 4 പാർലമെന്റ് അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. ലോക്സഭയുടെ മൊത്തം സീറ്റിന്റെ 2% ലഭിച്ചാലും ദേശീയ പാർട്ടി പദവി ലഭിക്കുന്നതാണ്. അത് 11 സീറ്റാണ്. 3 സംസ്ഥാനങ്ങളിൽ കുറയാതെ ഈ സീറ്റ് ലഭിച്ചിരിക്കണം. സ്വതന്ത്രരെ വെച്ചുള്ള പരീക്ഷണം ഇടുക്കി, എറണാകുളം, ചാലക്കുടി ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മുൻകാലങ്ങളിൽ CPMന് അനുകൂലമായി തന്നെ വന്നിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, ത്രിപുര, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി CPMനുണ്ട്. എന്നാൽ ബംഗാളിൽ നിയമസഭയിലും സംസ്ഥാനത്ത് നിന്ന് പാർലമെന്റിലും CPM പ്രാതിനിധ്യമില്ല. ദേശീയ പാർട്ടിയായാൽ പൊതുചിഹ്നം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും. ഡൽഹിയിൽ പാർട്ടി ഓഫീസ് ലഭിക്കുന്നതാണ്. കൂടുതൽ താരപ്രചാരകരെയും പ്രചാരണത്തിന് ഇറക്കാവുന്നതാണ്. 2004-ൽ 43 സീറ്റുണ്ടായിരുന്നു പാർട്ടിക്ക്. ബംഗാളിൽ നിന്ന് 26 സീറ്റും കേരളത്തിൽ നിന്ന് 12 സീറ്റും തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിൽ നിന്ന് 2 സീറ്റും ആന്ധ്രാപ്രദേശിൽ നിന്ന് 1 സീറ്റുമായിരുന്നു പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. 2009-ൽ ഇത് 16 സീറ്റും 2014-ൽ 9 സീറ്റും 2019-ൽ 3 സീറ്റുമായി കുറയുകയായിരുന്നു. എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് CPMനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാനാണ് CPM ഇപ്പോൾ ശ്രമിക്കുന്നത്.